ഡോക്ടർ അനുപമ, ഇപ്പോൾ ഇയാൾക്കെതിരെ നയാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് ചികിത്സാ കേന്ദ്രങ്ങൾ നിർത്തലാക്കുക എന്നതാണ്. അതെ ഡോക്ടർ അനുപമ, ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭമലസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി മൂലമുള്ള മരണം എന്നതാണ് കുറ്റമായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണോ യഥാർത്ഥത്തിൽ? ഇതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ നിയമവിദഗ്ധരാണ് അഭിപ്രായം പറയേണ്ടത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അബോർഷൻ ആയാലോ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായാലോ സ്ത്രീക്ക് തന്നെ അവർക്ക് ഒപ്പിട്ട് കൊടുത്താൽ മതി. സ്ത്രീയുടെ മാത്രം സമ്മതപത്രം മതി. ഇപ്പോൾ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്കായാലും ശരി, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മാത്രം സമ്മതപത്രം മതി നമുക്കൊരു ശസ്ത്രക്രിയ ചെയ്യാൻ, ഏത് ശസ്ത്രക്രിയയായാലും. അങ്ങനെ നിയമങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചികിത്സ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് സാമൂഹിക വശമാണ് കൂടുതലുള്ളത്. ആ സ്ത്രീക്ക് ഭർത്താവിനെ ഭയമായതുകൊണ്ട് ചികിത്സ ചെയ്യണമെന്ന് മറ്റു പലരും ആവശ്യപ്പെട്ടിട്ട്, പല രീതിയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ആ ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും തന്നെ ആ സ്ത്രീ അവലംബിച്ചിട്ടില്ല. അത് അവരുടെ തികച്ചും സാമൂഹികവും കുടുംബപരവുമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഭർത്താവിനെ ഭയന്നായിരിക്കാം അവരത് സ്വീകരിച്ചിട്ടില്ല. അല്ലാതെ നിയമപരമായി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ചികിത്സ തേടണമായിരുന്നുവെങ്കിൽ അവർക്ക് ധൈര്യമായി ചികിത്സ തേടാമായിരുന്നു. അവർക്ക് അവരൊരു ആശുപത്രിയിൽ പോകുന്നതിനോ രജിസ്റ്റർ ചെയ്ത് ഒരു ഡോക്ടറെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ശരിയായ രീതിയിലുള്ളൊരു പ്രസവ സംരക്ഷ നേടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരെ കൊണ്ടുപോകാമായിരുന്നു. ഇതിനൊന്നും തന്നെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നിയമ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ നരഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരാണ് അതിൻ്റെ നിയമവശങ്ങൾ നോക്കി പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ആ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ തീർച്ചയായിട്ടും എപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഓരോ മരുന്നുകളും ഓരോ പ്രക്രിയകളും ആയിരക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആളുകളിൽ അല്ലെങ്കിൽ അതുപോലുള്ള നോൺ ആനിമൽ മോഡൽസിലൊക്കെ പഠനം നടത്തി അത് അങ്ങേയറ്റം ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് തീർച്ചയാക്കിയിട്ട് മാത്രമാണ് അത്തരം ഏത് പ്രക്രിയയായാലോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയാലോ ഏത് മരുന്നായാലോ മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ ഇവയ്ക്കെതിരെ എല്ലാം തന്നെ ഒരു പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും സമൂഹം എടുക്കുന്നത്. വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളൊരു മരുന്ന് എഴുതി കൊടുത്താൽ തന്നെ ഉടനെ ചോദിക്കുന്നത് ഇത് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റ് പല മെഡിസിൻസും യാതൊരു കുഴപ്പവുമില്ല, ആരോടും ചോദിക്കത്തുമില്ല, എങ്ങനെയും കഴിക്കാം എന്നുള്ള ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ പല രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിതെല്ലാം. നേരത്തെയും ഇതിനു മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിൽ പ്രസവിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ചിട്ട് വീട്ടിൽ ഹസ്ബൻഡോ മറ്റാളുകളോ പൊക്കിൾ കൊടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം, എന്താ പറയണ്ടേ, കാലാകാലങ്ങളിൽ വീട്ടിൽ പ്രസവങ്ങൾ നടന്നിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശിശുമരണ നിരക്കെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു 100-ൽ താഴെ എത്തിക്കാൻ പറ്റിയത് ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിലുള്ള സേഫ് മദർഹുഡ് പ്രോഗ്രാംസിലൂടെയാണ്. ഇപ്പോൾ തന്നെ 2017 ലക്ഷ്യ എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി തുടങ്ങിയിട്ട് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അതുണ്ട്. ആ ഒരു പദ്ധതി ഇതിനു വേണ്ടി മാത്രമാണ്, മാതൃശിശു സംരക്ഷണത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഗർഭിണികളുടെ കെയറിന് മാത്രമുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ മാതൃശിശു മരണ നിരക്കെല്ലാം നമ്മൾ ഏകദേശം ഒരു 90-ൽ താഴെ എത്തിച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇതൊരു 70-ൽ താഴെ എത്തിക്കണം എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ ആ രീതിയിൽ ഇന്ത്യയുടെ ആരോഗ്യ മേഖല പുരോഗതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരം പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡിലേക്ക് ആളുകൾ പോകുന്നത്. അത് പല രീതിയിലുള്ള നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ തന്നെ പല ആളുകളും ഇടുന്നു. അതിൻ്റെ ഒരു വിശ്വാസ്യത പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. ഒരേ സമയത്ത് ഡോക്ടർമാരുടെയും ഒക്കെ വിശ്വാസ്യതയുള്ള യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം ഇങ്ങനെ കയറി മറിഞ്ഞു പോകും അവരുടെ മനസ്സിൽ കൂടെ. അപ്പോൾ ഇത്തരം മിഥ്യാധാരണകളിലേക്ക് ചെല്ലുന്നു. ആശുപത്രിയിലാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേദനയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ധാരാളം മെത്തേഡ്സ് ഉണ്ടെന്ന് വേദനാരഹിതമായി പ്രസവിക്കാൻ. അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ധാരാളം ഗർഭിണികളുമുണ്ട്. അവർക്കത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോലും ഭംഗിയായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത്തരം ചികിത്സാ രീതികൾ വേണ്ടവർക്ക് അത് അവലംബിക്കും, വേണ്ടാത്തവർക്ക് കുറച്ച് വേദന അറിഞ്ഞായാലും പ്രസവിക്കാം എന്ന് തയ്യാറാവുന്നവരുണ്ട്. അതല്ല, വേദന ഒട്ടും അറിയാതെ പ്രസവിക്കണം എന്ന് ആഗ്രഹിച്ച് സുഖപ്രസവത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് ഒരുപാട് പുരോഗമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള അശാസ്ത്രീയ മാർഗങ്ങളെ അവലംബിച്ച് ഇത്തരത്തിലുള്ള വലിയ വിപത്തിലേക്ക് എത്തേണ്ട യാതൊരു ആവശ്യവും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ശാസ്ത്ര വിദഗ്ധ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. ശരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.